കേരളത്തിലെ ബിസിനസ് രംഗം നോക്കുകയാണെങ്കിൽ പലപ്പോഴും പലരായിട്ട് പറയുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇവിടുത്തെ യൂണിയൻ പ്രശ്നം അല്ലെങ്കിൽ തൊഴിൽ പ്രശ്നം. അതെ. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് പലരും പറയുന്നു. എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഇതിനെ എല്ലാത്തിനെയും കൂടി മാനേജ് ചെയ്യുന്ന പരിപാടിക്കാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അതെ അതെ. നമ്മളൊരു ബിസിനസ് കച്ചവടം ചെയ്യുക മാത്രമല്ല, പലതരത്തിലുള്ള ഇതുപോലത്തെ പ്രതിസന്ധികൾ വരും. ഇതിനെല്ലാത്തിനും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. 10 വർഷം കൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, ഇന്ന് വരെ എനിക്കൊരു തൊഴിൽ പ്രശ്നം അല്ലെങ്കിൽ യൂണിയൻ പ്രശ്നം ഉണ്ടായിട്ടില്ല. അവരെ നമ്മൾ വേണ്ട രീതിയിൽ നോക്കിക്കാണണം. നമ്പർ 1, അവർ ആരെ വെറുപ്പിച്ചിട്ട് നമുക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ബിസിനസിൻ്റെ ചലഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് ഫ്ലോ തന്നെയാണ്. അതെ അതെ. ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ഓടിക്കണം. പിന്നെ എല്ലാവരുമായിട്ടൊരു നയത്തിൽ നമ്മൾ സിസ്റ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വന്നവരോടൊക്കെ റൂഡായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ നമ്മൾ നിയമം ഇങ്ങനെയാണ് മറ്റത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഓടത്തില്ല. ഒരു സിസ്റ്റത്തിൽ പോകണം. ആ ഒരു രീതിയിൽ പോയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും നമുക്ക് വേണം. അവർക്കും പല ആവശ്യങ്ങളുണ്ട്. അവർ നാടിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരാണ്. അവരെ നമ്മൾ ബഹുമാനിക്കുക, അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക. അവരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പങ്കെടുക്കുക. ചിലപ്പോൾ സ്കൂളിനൊക്കെ ചിലപ്പം ചില സംഭാവനകളൊക്കെ ചെയ്യേണ്ടി വരും. അതെല്ലാം ചെയ്യണം നമ്മൾ. കാരണം നമ്മളൊരു സാമൂഹ്യ ജീവിയല്ലേ. അതെ. അതാണ് അത്ര